ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ട്രാവൽ വ്ളോഗുമായിട്ടാണ്. നമ്മൾ പോകുന്നത് തമിഴ്നാടാണ് കേട്ടോ. കുറ്റാലം തെങ്കാശിയൊക്കെ ഒന്ന് പോയി കറങ്ങി വരാമെന്ന് ഓർത്ത് വൺ ഡേ ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പൊ സമയം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 5:45 ആയപ്പോ ഇറങ്ങി. അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. ഇപ്പൊ പകുതി വഴി ചെന്നപ്പോഴാണ് ഇൻട്രോ കൊടുക്കുന്നത്. ഞങ്ങൾ രണ്ടാളും കൂടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് പോകുന്ന വഴി പറ്റുന്ന രീതിയിൽ കവർ ചെയ്യാം. നമുക്ക് കാണാം. ഇതിപ്പോൾ നമ്മൾ റാന്നിയൊക്കെ ആയിട്ടോ. അപ്പോൾ ഒരു കാൽച്ചായ കുടിക്കാമെന്ന് ഓർത്ത് നിർത്തിയതാണ്. അപ്പം വഴിക്ക് കടകളൊന്നും അങ്ങനെ കണ്ടില്ല കേട്ടോ. ഇനി ഓണമായതുകൊണ്ട് അവധിയൊക്കെ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു കട കണ്ട് അങ്ങനെ നിർത്തിയതാണ്. ഇറങ്ങിയിരുന്ന് കഴിക്കാനൊന്നും സൗകര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വണ്ടി തന്നെ അങ്ങ് ഇരിക്കുക. ആളിറങ്ങിപ്പോയി. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തീരുമാനിച്ച ട്രിപ്പാണ് കേട്ടോ. രാത്രി 12 മണിക്കൊക്കെ ആയപ്പോൾ എന്നാൽ പോയേക്കാമെന്ന് കരുതി അങ്ങനെ തീരുമാനിച്ച് രാവിലെ 5:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഏറ്റായിരുന്നു. അവിടെ ഉറക്കമൊന്നും ഒട്ടും ശരിയല്ല. അതുകൊണ്ട് കേട്ടോ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയി കഴിയുമ്പോൾ ഓക്കെ ആവുമായിരിക്കും. നല്ല രീതിയിൽ ഉറക്കമൊക്കെ എപ്പോഴും വരുന്നുണ്ട്. ഉറക്കമൊന്നും ശരിയായിട്ടില്ല. നമ്മൾ പത്തനംതിട്ട, റാന്നി, പുനലൂർ, അങ്ങനെ തെങ്കാശി, കുറ്റാലം അങ്ങനെയൊക്കെ പോകാമെന്ന് ഓർത്ത് ഇറങ്ങിയത്. എനിക്ക് റൂട്ടൊന്നും ശരിക്കും അറിയത്തില്ല. ആൾ പറഞ്ഞുള്ള അറിവുള്ളൂ കേട്ടോ. അപ്പോൾ പോകുന്ന വഴി കാണിച്ചു തരാം. ചായ കുടിക്കട്ടെ. നല്ല ചായ ഇഷ്ടമാണെന്ന് തോന്നുന്നു. നല്ല മുരിഞ്ഞ് നല്ല ടേസ്റ്റുള്ള വട കേട്ടോ. നല്ല ചൂട് വട. ഹായ്, ഇപ്പം നമ്മൾ തെന്മല എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം സമയം വന്ന് 10:10 ആയി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. തെന്മല കടന്നു പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പം ഇപ്പം നമ്മൾ തമിഴ്നാടിന്റെ ബോർഡർ കടന്നു. തമിഴ്നാടായി. ഇപ്പൊ നമ്മൾ ചെങ്കോട്ട എത്തി കേട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടെ കണ്ടേ ഉള്ളൂ കുറ്റാലത്തിന്. ഈ അമ്പലത്തിന്റെ അവിടുന്ന് റൈറ്റ് എടുത്ത് നമ്മൾ പോണം. ഇവിടുന്ന് അധികം ദൂരം ഇല്ല, കുറച്ചെങ്ങൻ്റെ ഉള്ളേ. ഇത് കുറ്റാലം വാട്ടർഫോൾസിലേക്കുള്ള എൻട്രി ആണ് കേട്ടോ. ഇവിടെ നമുക്ക് കടന്നു പോകണമെങ്കിൽ 70 100 അത്ര മറ്റേ പാസ് ഉണ്ട്. ഞാൻ കറക്റ്റ് ഓർക്കണില്ല. അങ്ങനെ പാസ് എടുത്ത് നമ്മളത് കഴിഞ്ഞ് അങ്ങോട്ട് പോവാണേ. നമ്മൾ അങ്ങനെ കുറ്റാലം എത്തി കേട്ടോ. അവിടുന്ന് ആ അമ്പലത്തിന്റെ ബോർഡറിൽ നിന്ന് ഒന്നാം സ്ഥലത്ത് നിന്ന് ഒരു അമ്പലം ഉണ്ട്. അമ്പലത്തിന്റെ അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ. ഇപ്പം കുറ്റാലത്തിന്റെ എൻട്രി നമ്മൾ കിടക്കാണേ. കുരങ്ങൻകുട്ടന്മാരൊക്കെ കയറി കയറി കുത്തി കുത്തി പിടിച്ചിരിക്കുന്നുണ്ട്. ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തിരക്കാന്ന് തോന്നുന്നു. അവിടെ ഇടാം. നമുക്കിവിടെ വണ്ടി ഒതുക്കിയിട്ട് നടന്നു പോവാം. നല്ല തിരക്കാ. ഇവിടെ നിങ്ങോട്ട് ഞാൻ വോയിസ് ഓവറാണ് കേട്ടോ കൊടുക്കുന്നത്. എൻ്റെ മൈക്ക് ഓഫായിപ്പോയി. പിന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ പറഞ്ഞാലും ഒന്നും തന്നെ കേൾക്കില്ല. അത്രയ്ക്ക് മാത്രം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയത് ചതയത്തിൻ്റെ അന്നാണേ. പിന്നെ എൻ്റെ തൊണ്ട നല്ല രീതിയിൽ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് അടഞ്ഞിരിക്കുക. അത് നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കണേ. നല്ല രീതിയിൽ തൊണ്ട അടച്ചിരുന്നിട്ട് ചെറിയ രീതിയിൽ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ട് കേട്ടോ.
അപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, നല്ല രീതിയിൽ തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ദൂരെ നിന്ന് തന്നെ നമുക്ക് വാട്ടർഫോൾസ് കാണാൻ പറ്റും. മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നത് കാണാൻ തന്നെ പറ്റും കേട്ടോ. നല്ല തിരക്കായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ നിന്ന് കുളിക്കാനും ഒക്കെ തന്നെ ആൾക്കാർ ഒരുപാട് നല്ല തിരക്കുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് വാട്ടർഫോൾസ്. അവിടെ നിന്നാണ് വരുന്നത്. അങ്ങനെ വന്ന് താഴേക്ക് വന്ന് വീഴുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വന്ന് വീഴും. അവിടെ നിന്ന് വന്ന് ഒഴുകി ഒരു പാലം പോലെ ഇതുണ്ട്, അതിൻ്റെ അടിയിൽ കൂടെ അതങ്ങ് പോവുക കേട്ടോ ചെയ്യുക. ഇതിനെ കുറ്റാലം വാട്ടർഫോൾസിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അതെന്തോ മരുന്ന് വെള്ളം അങ്ങനെ മറ്റാണ്. അതിൽ കുളിക്കുകയൊക്കെ ചെയ്തെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ മാറും അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ വീഡിയോസൊക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം തിരക്കായിരുന്നു അത്രമാത്രം. നമ്മൾ മറ്റുള്ളവരുടെ പ്രൈവസിയും കൂടെ കണക്കിലെടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എവിടെ തിരിഞ്ഞാലും ആൾക്കാരും അവരും ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുകയും വീഡിയോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ക്യാമറയും കൂടെ പിടിച്ചുകൊണ്ട് നടക്കുമ്പം അവരുടെ പ്രൈവസിയിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കരുതി ഞാൻ പരമാവധി ഒഴിവാക്കിയാണ് എടുത്തത്. ഇത്രയൊക്കെ എനിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എന്നാൽ പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വാട്ടർഫോൾസിൻ്റെ അടുത്ത് നിന്നുള്ള ദൃശ്യമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇങ്ങനെ സെപ്പറേറ്റ് നിന്ന് കുളിക്കാൻ വേണ്ടി ആർച്ച് ഉണ്ടാക്കി അവർ തിരിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ തന്നെ ഈ വെള്ളം അവിടെ നിന്ന് ഒഴുകി വരുമ്പോൾ നല്ല ശക്തിക്കും നല്ല പതഞ്ഞും ഒക്കെയാണ് വരുന്നത്. പക്ഷേ താഴേക്ക് പോകും തോറും ഇതിൻ്റെ ശക്തി കുറഞ്ഞ് അങ്ങനെ ഒരു ചാലായിട്ട് തന്നെ ഒഴുകി പോകാട്ടോ ചെയ്യുന്നത്. അവിടെ കുളിക്കുന്നവരെ നോക്കാനായിട്ട് അവിടെ പ്രത്യേക ഗാർഡ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവർ പറയുന്നതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ മാക്സിമം എൻജോയ് ചെയ്താണ് അവിടെ നിന്ന് കുളിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഐ ലവ് യു കുറ്റാലം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ എല്ലായിടത്തും കാണുമല്ലോ അങ്ങനെ, അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ്. അവിടെ നിന്നാണ് നമുക്ക് ഒരു നേരവും ഒഴിഞ്ഞൊരു നേരമില്ല. അതുപോലെ ആൾക്കാരിങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം അത് കണ്ട ആ അരുവി ഒഴുകി ഇങ്ങനെ താഴേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളത്തിന് ശക്തിയൊന്നുമില്ല, ചെറിയ ചാല് പോലെ അതങ്ങ് കിടക്കുന്നത്. എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും കാണാറുള്ളത് പോലെ തന്നെ ഇരുവശവും നിറയെ കടകളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സായിട്ടും ഫുഡായിട്ടും ഓർണമെൻറ്റ്സിൻ്റെയും അങ്ങനെ ഒരുപാട് കടകൾ തിങ്ങി നിറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് അവിടെ കയറി പർച്ചേസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ടൂറൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ വീട്ടിലുള്ളവർക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ കയറി വാങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കയറിയൊന്നുമില്ല. നമുക്ക് അങ്ങനെ എനിക്ക് വേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കയറിയില്ല. പിന്നെ കയറിയെങ്കിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങുകയും ചെയ്യും. ഇത് നമ്മുടെ റംബൂട്ടാനൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ വിസിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരികെ പോന്നു കേട്ടോ. വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. നമ്മളങ്ങ് ആകെ വെയിൽ കൊണ്ട് ആകെ ടയേർഡാകും കേട്ടോ വെയിലത്ത് ഒരുപാട് നേരം നിൽക്കുമ്പോൾ. പിന്നെ നമുക്ക് അവിടെ ഇറങ്ങാനും അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ഫ്രഷ് ജ്യൂസ് എന്തെങ്കിലും കഴിക്കാം. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ നോക്കിയിട്ട് അങ്ങനെ ഫ്രഷ് ജ്യൂസ് ഒന്നുമില്ല. ഞാൻ കുടിച്ചൊരു പനീർ സോഡ എന്ന് പറഞ്ഞ് നമ്മുടെ റോസ് വാട്ടർ അല്ലേ അതിൻ്റെ സോഡയാണ് കേട്ടോ. പിന്നെ ഫ്രഷ് ജ്യൂസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആൾ ചായയും കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഓൾഡ് കുറ്റാലത്തിലേക്കാണ്. അവിടെ 3-4 വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ വേറെയും. അപ്പോൾ നമ്മൾ ഓൾഡ് കുറ്റാലം കൂടെ പോയി കണ്ടേച്ച് പോരാമെന്ന് ഓർത്ത് അങ്ങനെ പോവാണ് കേട്ടോ. അതവിടെ നിന്ന് അധിക ദൂരമൊന്നുമില്ല, കുറച്ചെങ്ങാണ്ടേ ഉള്ളൂ. ഇവിടെയും നമുക്ക് കടന്നു പോകണമെങ്കിൽ 50 രൂപ പാസ് എടുക്കണം. നമ്മളിപ്പം ഓൾഡ് കുറ്റാലം എത്തി കേട്ടോ. ഇവിടെ നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യമൊക്കെയാണ് ഉള്ളത്. പക്ഷേ മറ്റേ മെയിനായിട്ടുള്ള കുറ്റാലത്തെന്ന് പറഞ്ഞാൽ ചെറിയ പാർക്കിംഗ് സൗകര്യമേ കേട്ടോ. നമുക്ക് വണ്ടി തിരിക്കാനും എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നല്ല വിശാലമായ വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ ഉള്ളത്. നല്ല രീതിയിൽ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പൊതുവെ തിരക്കും കുറവാണ് കേട്ടോ. മറ്റിടത്ത് അത്രയും തിരക്കില്ല ഇവിടെ. പിന്നെ അവിടുന്ന് നമുക്ക് 1 കിലോമീറ്റർ മറ്റോ ദൂരമുണ്ട് പോകാൻ വേണ്ടി. നടന്നു പോകണമെങ്കിൽ നടന്നു പോകാം. അപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് ടയേർഡായതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചു. പക്ഷേ നല്ല ചാർജാണ് കേട്ടോ. 1 കിലോമീറ്റർ തന്നെ ഇല്ല, 100 രൂപയാണ്. ഓട്ടോ ഉണ്ട് അവിടെ കിടപ്പുണ്ട്. നമുക്ക് ഓട്ടോ വിളിച്ച് പോകാം. നടന്നു പോകേണ്ടവർക്ക് നടന്നു പോകാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും 100 രൂപയാണ് കേട്ടോ. മൊത്തം 200 രൂപയാവും രണ്ട് സൈഡും കൂടെ നമ്മൾ വരണമെങ്കിൽ. വൺ സൈഡാണ് 100 രൂപ.
അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ ഈ പറഞ്ഞ പോലെ നല്ല രീതി ഈ ബഹളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല വിശാലമായിട്ട് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഒന്നുകൂടെ ഇറങ്ങി നിന്ന് കുളിക്കാനായിട്ട് നല്ല സൗകര്യമുണ്ട്. തിരക്കിടങ്ങളിൽ ഇവിടെ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. അവിടത്തേലും ഒന്നുകൂടെ വിസിബിളായിട്ട് അടുത്ത് പോയി നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം. നല്ല തണുപ്പുണ്ട്. പിന്നെ ആളെന്നെ ഇറക്കിയില്ല കേട്ടോ. എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങിയൊന്നുമില്ല. ജസ്റ്റ് അവിടെ നിന്ന് കണ്ട് കുറച്ച് നേരം നല്ല തണുപ്പ്, നല്ല സുഖം അവിടെ നിൽക്കാൻ കേട്ടോ. കുറേ നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചു. നമ്മുടെ സദ്യയൊക്കെ പോലത്തെ പായസമൊക്കെ കൂടി നല്ല ഒരു സദ്യയായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചു ഞങ്ങൾ. ഇപ്പം നമ്മൾ തെങ്കാശി എത്തി കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. ഞങ്ങൾക്ക് നോൺ വെജ് വേണ്ടായിരുന്നു, വെജായിരുന്നു. അതുകൊണ്ട് വാങ്ങി കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ സുന്ദരപാണ്ഡിപുരം പോവാണ് കേട്ടോ. അപ്പോൾ ഒരു തയ്യാറെടുപ്പൊന്നും ഇല്ലാത്ത യാത്രയായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ കുറ്റാലം വരാമെന്നത് അങ്ങനെ വന്നു. അവിടുന്ന് തെങ്കാശി വരാമെന്ന് പറഞ്ഞാൽ തെങ്കാശി വന്നു. ഇനിയിപ്പോൾ അവിടുന്ന് സുന്ദരപാണ്ഡിപുരം പോവാം കേട്ടോ. ഇപ്പം ഞാൻ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാൻ പോവാണ്. രാവിലെ ഒരു 8:30 ആയപ്പം ഞാൻ സൺസ്ക്രീൻ ഇട്ടിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഇതിന് മുന്നേ റീഅപ്ലൈ ചെയ്യേണ്ടായിരുന്നു. പിന്നെ എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ ഇപ്പം നല്ല വെയിലൊക്കെ ആയിട്ട് നല്ല കരിഞ്ഞ് നല്ല കുളത്തിലൊക്കെ ഇരിക്കുക. അപ്പോൾ റീഅപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ റീഅപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഡെർമാക്കോടെ ഈ സ്പ്രേ സൺസ്ക്രീൻ കേട്ടോ. ഞാൻ യാത്രയിൽ അധികവും കൊണ്ടുപോകുന്നത് ഇതാകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഇടുകയൊന്നും വേണം. സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഈസിയാണ് കേട്ടോ. അപ്പം ഇതൊന്ന് റീഅപ്ലൈ ചെയ്യാൻ പോകാം കേട്ടോ. ഇത് നമുക്ക് പോകുന്ന വഴിക്ക് നല്ല പ്രൊട്ടക്ഷനാണ് കേട്ടോ. അപ്പം നമുക്ക് ഇടാനും എളുപ്പമുണ്ട്. നമ്മൾ ഇടുകയും ചെയ്യും. മറ്റേതാകുമ്പോൾ നമുക്ക് റീഅപ്ലൈ ചെയ്യാൻ മടിച്ചിട്ട് നമ്മൾ ഇടുകയില്ല. അപ്പോൾ ഇതൊന്ന് റീഅപ്ലൈ ചെയ്യാം. ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇതിങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ചിങ്ങനെ മാറ്റി പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ചാൽ മതി. ഞാൻ മുഖത്തും കയ്യിലും ഒക്കെ നല്ല രീതിയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് അത് ഇട്ട് കൊടുത്താൽ മതി. ഉണങ്ങിക്കോളും. അടിക്കുമ്പോൾ ഒരു വെള്ളം രൂപത്തിലായിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് നമ്മുടെ ഫേസിലേക്ക് അബ്സോർബ് ആയിക്കോളും. ഇങ്ങനെ അങ്ങ് ഡാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത്രയ്ക്ക് വെയിലാണ് കേട്ടോ. പുറത്ത് കരിയുന്ന വെയിലാണ്. അതുപോലെ അങ്ങോട്ട് ഒരുമാതിരി നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡാവും. അത്രയ്ക്ക് വെയിലാണ് കേട്ടോ തമിഴ്നാട്ടിൽ. നമ്മുടെ ഇവിടെയൊക്കെ മഴയല്ലേ, പക്ഷെ കണ്ണടിച്ച് പോകുന്ന വെയിൽ. അത്രയ്ക്ക് നല്ല കരിയുന്ന വെയിലാണ് കേട്ടോ തമിഴ്നാട്ടിൽ. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് അറിയത്തില്ല. എൻ്റെ മൈക്കൊക്കെ ഓഫായി പോയി. ഫോണും ചാർജ് തീർന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ മൈക്കൊന്നും ചാർജ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല. പെട്ടെന്നുള്ള യാത്രയായിരുന്നല്ലോ. അങ്ങനെ ഇപ്പോൾ ഫോണിൻ്റെ ചാർജ് തീർന്ന് കുത്തിയിട്ടേക്കുക.
ദൂരെ നിന്ന് തന്നെ നമുക്ക് സൂര്യകാന്തി പടം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിനു മുന്നേ ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ ഒന്ന് പോകാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും നമ്മളവിടെ ആളുണ്ട്. അപ്പം വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല ഇപ്പോൾ സീസണല്ല, എല്ലാം കരിഞ്ഞ് നിൽക്കാന്ന് ഓർത്തു. അപ്പം ഞങ്ങൾ ഓർത്തു അവിടെ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. കുറേയൊക്കെ ഇങ്ങനെ ഒരുപാട് ബെഡായിട്ട് ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെങ്കിൽ കുറച്ച് ഭാഗം മാത്രം പൂത്ത് നിൽക്കുന്നുള്ളൂ. എന്നാലും നമുക്ക് കാണാൻ പാകത്തിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്, കുറേയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകുന്ന വഴിയിൽ തന്നെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. ആദ്യം നമ്മളതൊന്നും നോക്കിയില്ല, നേരെ സൂര്യകാന്തി പടത്തിലേക്കാട്ടോ കൊണ്ടുപോയത്. കാരണം വെയിലേറ്റ് അത് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക കേട്ടോ. വെയിൽ വരുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. നമ്മളിപ്പുറത്ത് കൂടെ പോയിട്ട് ചെറിയ പാടം പോലെ ചെറിയ വരമ്പാട്ടോ. ഈ സൂര്യകാന്തി കെട്ടി നിൽക്കുന്നത് എല്ലാം ചെളി വെള്ളത്തിൽ ഇങ്ങനെ കെട്ടി അവർ വെള്ളത്തിൽ നിർത്തിയേക്കുന്നതാണ്. അപ്പോൾ അതുവഴി ഇങ്ങനെ സൂര്യകാന്തിനെ ഇങ്ങനെ വായി നോക്കി പോയപ്പോൾ ഞാൻ ആ ചെളിക്കൊണ്ട് വീഴുകയും ചെയ്തു കേട്ടോ. പിന്നെ അവിടെ വെള്ളമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇതുപോലെ സൂര്യകാന്തി കെട്ടി നിർക്കുന്ന ഭാഗത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അതിൽ പോയി ഞാൻ കാലൊക്കെ നല്ല രീതിയിൽ ചെളിയിൽ പൂണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഉടുപ്പിലെല്ലാം പറ്റി കഴുകിയിട്ടാണ് പിന്നെ അടുത്ത വ്ളോഗ് ഞാൻ എടുത്തത് കേട്ടോ, വീഡിയോ എടുത്തത്. ചെന്ന് കണ്ടപ്പോൾ നമുക്കൊരു ആക്രാന്തം പോലെ ആ വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഫോട്ടോസും വീഡിയോസ് റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പം നമ്മളിങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പം ഇത് കാണാൻ വേണ്ടി ചെന്നിട്ട് അത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമോ ഇല്ലയോ അങ്ങനെ ഒരു ഇതിലാണ് കേട്ടോ പോയത്. ഏതായാലും പോയപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പാകത്തിന് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ലൊരു വൈബാട്ടോ അവിടെ നിൽക്കുമ്പോഴൊക്കെ തന്നെ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിങ്ങളിത് കാണാൻ പോകുന്നവരാണെങ്കിൽ ഏത് സമയത്താണ് ഇതിൻ്റെ സീസണെന്നും എപ്പോഴൊക്കെ ഇത് കാണാൻ സാധിക്കുന്നതെന്നൊക്കെ അറിഞ്ഞു വെച്ചിട്ട് പോകുന്നതായിരിക്കും കേട്ടോ നല്ലതല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കയറി വന്നപ്പോഴത്തേക്ക് ഇതുപോലെ ഫ്രഷ് പച്ചക്കറിയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളും വാങ്ങി. അവിടെ എല്ലാവരും വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രഷായിട്ട് സവാളയും പച്ചപ്പയറൊക്കെ ഇരിക്കുന്നുണ്ടോ. മല്ലിയിലൊക്കെ നല്ല ഫ്രഷായിട്ട്, തക്കാളിയൊക്കെ പറയണ്ട. അങ്ങനെ പിന്നെ റോഡ് സൈഡിലും റോഡിലേക്ക് കയറി ഇതുപോലെ വിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ പാടത്തു നിന്ന് തന്നെ പറിച്ച പച്ചക്കറിയാണ് കേട്ടോ. തക്കാളിയൊക്കെ കണ്ടോ എന്ത് ഫ്രഷാണ്. നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ഏത് രീതിയിലാണ് ഉണ്ടാവുക. അപ്പോഴത്തേക്കും അതൊക്കെ ഞങ്ങളും പിന്നെ ഈ കടല അതും ഞങ്ങൾ വാങ്ങി കേട്ടോ. ഇതൊക്കെ പടിക്കണക്കാണ്. വെളുത്തുള്ളി, ഉള്ളി അതെല്ലാം അവരെ തീർന്നു കേട്ടോ. അത്രയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. ഓണത്തിൻ്റെ അവധിയായതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. പിന്നെ നൊങ്ക് വിൽക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ വാങ്ങി കഴിച്ചു കേട്ടോ. നൊങ്ക് പിന്നെ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അതുവഴി ഞങ്ങൾ തമിഴ്നാടിൻ്റെ അതിർത്തിയാണല്ലോ കുമിളി, പെരിയാറ്. അപ്പോൾ അവിടെയൊക്കെ പണ്ട് കൊണ്ടുവരുമായിരുന്നു കേട്ടോ തലച്ചുമടായിട്ട്. അങ്ങനെ ഞങ്ങൾ വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഇത് അവിടുത്തെ ഒരു പാടമാണ് കേട്ടോ, തക്കാളിപ്പാടമാണ്. തക്കാളി മാത്രമല്ല വേറെയും ഒരുപാട് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. കൃഷിയൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുന്നു. ചെറുതായിട്ട് സ്ഥലത്ത് കണ്ടോ തക്കാളി അവർ പറിച്ച് എടുക്കുന്നത് അവിടെ ഇവിടെയൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടോ തക്കാളിയൊക്കെ നിലത്ത് പറിച്ച വടി ഇങ്ങനെ പൊഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അതൊക്കെ അവരങ്ങനെ നേരെ കൊണ്ട് വിൽക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സുന്ദരപാണ്ഡിപുരം മൊത്തം എനിക്ക് തോന്നുന്നു മൊത്തമല്ല ഒരു ഏരിയ ഇങ്ങനെ കൃഷിത്തോട്ടവും കാര്യങ്ങളും വിമ്മില്ലും കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്രകൃതി സുന്ദരമായ സ്ഥലം കേട്ടോ. പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ്. ഒരു വൺ ഡേ ട്രിപ്പിനുള്ള വകുപ്പുണ്ട് കേട്ടോ. ഞാൻ നല്ല രീതിയിൽ ഞങ്ങൾ ഈ യാത്ര ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് പച്ചക്കറിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെ വിളയിച്ച് വിൽക്കുന്ന കേട്ടോ. തക്കാളിയൊക്കെ നല്ല ഫ്രഷായിട്ട് നമ്മുടെ കയ്യിലിവിടെ പച്ചക്കറി മാർക്കറ്റിൽ നമ്മൾ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ വേറെ രീതിയിലല്ലേ കിട്ടുക. നല്ല ഒറിജിനൽ ഫ്രഷായിട്ട് അവിടെ നിന്ന് പറിച്ച് അങ്ങനെ തന്നെ കൊണ്ടുവച്ച് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരുപാട് പേര് വാങ്ങുന്നുണ്ടായിരുന്നു. നമ്മളും വാങ്ങി കേട്ടോ. ഉള്ളി, ചെറുള്ളിയും സവാളയും തക്കാളിയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഫ്രഷായിട്ടിരിക്കുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാൻ തോന്നും. പിന്നെ ഞങ്ങളിത് നൊങ്ക് വാങ്ങിച്ചു കഴിച്ചു. പിന്നെ അതാ തൊണ്ടൻകടല എന്ന് പറയുന്നു. ഇത് നമ്മുടെ കടല നമ്മൾ ഈ വറുത്തൊക്കെ കിട്ടത്തില്ലേ, ഇത് ഞങ്ങളിങ്ങനെ വാങ്ങിച്ചു കേട്ടോ തൊണ്ടോടുകൂടി. ഇത് പുഴുങ്ങാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഉപ്പിട്ട് പുഴുങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പച്ചക്ക് കഴിക്കുന്നവരുണ്ട്, പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം ഉപ്പിട്ട് പുഴുങ്ങി കഴിക്കാനാണേ. നല്ല ടേസ്റ്റ്. അപ്പം ഈ കടല നമ്മൾ വറുത്ത് വാങ്ങുകയല്ലേ, ആ കടല തന്നെ ഇതിങ്ങനെ തൊണ്ടോടുകൂടി ഉപ്പിട്ട് വെള്ളം ഊറ്റി ഉപ്പിട്ട് അങ്ങനെ ഉപ്പ് ഇച്ചിരി അധികം ഇട്ട് പുഴുങ്ങി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഉപ്പൊക്കെ പിടിച്ചിട്ട് ഈ തോടങ്ങ് പൊട്ടിച്ച് കഴിയുമ്പം നല്ല ടേസ്റ്റ് ആട്ടോ. പച്ചക്ക് കഴിക്കുന്നവർക്ക് പച്ചക്ക് കഴിക്കാം, പക്ഷേ പച്ചക്ക് കഴിക്കുന്നതിലും വറുത്ത് കഴിക്കുന്നതിലും ഒന്നുകൂടെ എനിക്കിഷ്ടം അങ്ങനെ പുഴുങ്ങി കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പഠിക്കാം ഇതിനൊക്കെ റേറ്റ് കേട്ടോ. ചീപ്പ് റേറ്റിന് കിട്ടുന്നുണ്ട് അവിടെ.
ഇപ്പം നമ്മൾ സൂര്യകാന്തി പാടമൊക്കെ കണ്ട് അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. നല്ല കൃഷിയിടവും നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ ഏരിയ കാണാനായിട്ട്. പുള്ളി സ്ഥലമായിരുന്നു കേട്ടോ. നല്ല വൈബുള്ള സ്ഥലമാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക്, വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ നല്ല പൊള്ളി വൈബുള്ള സ്ഥലമാണ് കേട്ടോ. പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കൂ, നല്ല പൊളിയാണ്. അപ്പോൾ നമ്മളവിടെ തിരിച്ചു, ഇനി നേരെ വീട്ടിലേക്ക് പോവാണേ. തിരികെ വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു പ്ലേസും കൂടെ കണ്ടു കേട്ടോ. സുന്ദരപാണ്ഡിപുരത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരുപാട് പേര് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതാണ് അപ്പോൾ ഞാനും അവിടെ ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് കുറച്ച് പോയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് തെന്മല വന്നു കേട്ടോ. തെന്മല വന്ന് തെന്മല ഡാമിൻ്റെ അവിടെ ഇറങ്ങി. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഇറങ്ങണമെന്ന് കരുതിയാണ്. അപ്പോൾ ഹസ്ബൻഡ് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് രാവിലെ കയറേണ്ടതുണ്ടായിരുന്നേ. തിരിച്ച് വരുമ്പോൾ നേരം വൈകുമെന്ന് കരുതി അവിടെ കയറി. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നപ്പം തെന്മല ഡാമിൻ്റെ അവിടെ ഇറങ്ങി കേട്ടോ. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. മേളിൽ കയറി നിന്നാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല രീതി വ്യൂ കാണാൻ പറ്റും. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഒരു 6-6:30 ആയിട്ടുണ്ട് കേട്ടോ. ഇതുവഴി ഇറങ്ങി പോകാൻ വഴിയുണ്ട്. ഒരുപാട് ആൾക്കാർ താഴെ പോവുകയും തിരിച്ച് കയറി വരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. ഞാൻ പക്ഷെ താഴോട്ടൊന്നും ഇറങ്ങിപ്പോയില്ല. ആ വ്യൂ പോയിന്റിൽ കയറി നിന്ന് താഴെ നിന്ന് കാണാം. സ്റ്റെപ്പ് കയറി മേളിൽ പോയാൽ മേളിൽ നിന്നും നല്ല രീതിയിൽ നമുക്ക് നല്ല രീതി വ്യൂ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയൊന്നും പോയില്ല. നേരവും സന്ധ്യയായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഡാമിൻ്റെ വീഡിയോസൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. ഇവിടെ വെച്ച് എൻ്റെ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നല്ല രീതിയിൽ ടയേർഡായിരുന്നു കേട്ടോ. വീടെത്തിയതിന് ശേഷം വൈൻഡപ്പ് ചെയ്യണമെന്നാണ് ഓർത്തത്. പക്ഷേ നടന്നില്ല. രാത്രി 11 മണിയോടുകൂടി ഞങ്ങൾ വീടെത്തി കേട്ടോ. ഒരു വൺ ഡേ ട്രിപ്പ് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു യാത്രയാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും തെന്മല ഡാമും തെന്മല എക്കോ ടൂറിസം മേഖലയാണ്. അവിടെ തന്നെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനുണ്ട്. അത് രാവിലെ കവർ ചെയ്ത് പോയി ഈ കുറ്റാലവും സുന്ദരപാണ്ഡിപുരവും ഒക്കെ കറങ്ങി ഒരു ദിവസം കൊണ്ട് തന്നെ തിരിച്ചു വരാവുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് രാവിലെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾ നേരെയാണ് പോയത്. തിരികെ വന്ന് ഡാമിൻ്റെ അവിടെ കൂടെ കയറി കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പിന്നെ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ്. അത് മറക്കാതെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ഹൈപ്പിലും കൂടെ ടച്ച് ചെയ്യണേ. അത് ഞങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബായ്.